Hi friends, welcome back to your channel Set and Paper. നിങ്ങളുടെ ചാനലിൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി പറഞ്ഞു തരാൻ പോകുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക. വെരി ഈസി ആണ്. കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉടുപ്പിന്റെ ഫ്രണ്ട് ഭാഗത്തോ അല്ലെങ്കിൽ ഉടുപ്പിന്റെ കയ്യേലോ നെക്കേലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റൗണ്ടിൽ വരച്ചിട്ട് ഏത് ഡിസൈൻ ചെയ്തിട്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ ബ്രെയിനോട് ഇച്ചിരി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ വേണ്ടത് ഇതിന്റെ ഫ്രെയിം, പിന്നെ 2 തരം നൂല്, സൂചി, അത്രമാത്രം മതി. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിറ്റേഴ്സോ ബീഡ്സോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ജസ്റ്റ് സിമ്പിൾ മെത്തേഡാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ അവസാനം വരെ വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് എടുക്കുക. ഒന്നുകിൽ നിങ്ങളുടെ ഓൾറെഡി റെഡിമെയ്ഡ് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ടോപ്സ് ആയിരിക്കാം, ബ്ലൗസസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുർത്തീസ് ആയിരിക്കാം, എന്ത് വേണേലും. നിങ്ങൾക്ക് നെക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അഥവാ ഇനി വരച്ചിട്ട് ചെയ്യേണ്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാണ് ഞാൻ ചെറിയൊരു നെക്ക് ലൈൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് നെക്ക് ലൈൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലൈൻസ് കൊടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതുണ്ടോ, കുറഞ്ഞു കുറച്ച് വരത്തക്ക രീതിയിലോ അത് നിങ്ങൾക്ക് വിട്ടു തരുവാണ്. എന്തായാലും സിമ്പിൾ ആയിട്ടൊരു വർക്കായിരിക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നു. ഓക്കെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പരിശ്രമിക്കുക. ദേണ്ട് അപ്പൊ നമ്മുടെ നീഡില് ദേണ്ട് ഈ ഒരു കളറിലെ ഒരു നൂലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് റഫ് ആയിട്ട് ഞാൻ ചെയ്തെന്നുള്ളൂ, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം കേട്ടോ. ഇതുണ്ടോ, സൂചി ഇതുപോലെ നമ്മൾ പൊക്കി എടുക്കണം കണ്ടോ. എന്നിട്ട് ഇതിനെ ഇങ്ങനെ തളർത്തി ഇട്ടേക്കുക. ആൻഡ് ദെൻ ഈ സൈഡിൽ നിന്നും കേട്ടോ, ഇതിന്റെ ഈ സൈഡിൽ നിന്നും നമ്മൾ ഈ വരയിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടില്ലേ, ആ വരയിലേക്ക് ഇങ്ങനെ ഒരു ഡയഗണലായിട്ട് കൊടുക്കുക, സൂചി കയറ്റി ഇറക്കുക. അപ്പൊ നമുക്ക് ഏകദേശം ഒരു വി പോലെ ഒരു വൃത്തികെട്ട വി ഷേപ്പിൽ നമുക്ക് കിട്ടും. ഓക്കെ, പ്രോപ്പർ വി ഷേപ്പ് അല്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇത്ര മനസ്സിലായല്ലോ അല്ലെ? ഇനി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുണ്ടോ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഈ ഡിസ്റ്റൻസിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്യുക. ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് തന്നെ എടുക്കും, ഇതുണ്ടോ, ഇങ്ങനെ കയറ്റി ഇറക്കുക. അപ്പൊ നമുക്ക് വീണ്ടും വേറൊരു വി കിട്ടി. മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് എടുക്കും കണ്ടോ. എന്നിട്ട് നമ്മൾ ഇതുണ്ടോ ഈ വരയിലോട്ട് വീണ്ടും കൊണ്ടുവരുന്നു, ഇങ്ങനെ കയറ്റി ഇറക്കുന്നു. And then വീണ്ടും നമുക്കൊരു വി കിട്ടി. ഇതുപോലെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, ഇപ്പോഴേ മനസ്സിലായില്ല എന്നാ ഫാസ്റ്റാ. ഇതൊക്കെയാണ് ഒരു എംബ്രോയിഡറി നിങ്ങൾ ഓർക്കും. പക്ഷേ ഇത് ഭയങ്കര രസമായിരിക്കും ചെയ്തു വരുമ്പോഴേക്ക്. മുഴുവൻ തീർന്നില്ലല്ലോ, നമ്മൾ തുടക്കമായിട്ടല്ലേ ഉള്ളൂ, നമ്മൾ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി ബാക്കി എന്ന് പറയുന്നതും വളരെ എളുപ്പമാണ്. ഇനി അങ്ങനെ വിട്ടുപോയെങ്കിൽ ഇത് ഇതുപോലെ കയറ്റി ഒന്ന് ഇറക്കിയേക്കുക. കണ്ടോ, നല്ല രസമില്ല? ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്റ്റെം പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കണ്ടോ വരുന്ന കണ്ടോ. അപ്പൊ ഇതുപോലെ ഞാൻ ഇതിന്റെ താഴ്ഭാഗം വരെ ഇവിടം വരെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കണ്ടോ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈസി ആയിട്ട് നമ്മൾ അവിടം വരെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എത്ര നീളം വേണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുക. ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ഷോർട്ട് ചെയ്ത് ഇവിടെയും ഷോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതി വേണേലും ഇതിനെ ചെയ്തെടുക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തരുവാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്ര വീതിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും ചെറുതായിട്ട് നിങ്ങൾക്ക് നെക്ക് ലൈൻ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും ഇതാണ് നമ്മുടെ ആദ്യത്തെ ബിറ്റ്. ഇതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ നിങ്ങൾ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇതിന്റെ ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൂചി വീണ്ടും നമ്മൾ താഴോട്ട് ഇതുപോലെ ഇറക്കി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിന്റെ ബാക്കിൽ നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ വലിയ ഹെവി വർക്കുകളൊന്നും തന്നെ ചെയ്യുന്നില്ല. ഇതുപോലെ നമ്മൾ എടുത്തിട്ട് നോട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈസി അല്ലേ? ബാക്ക് എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ? അത് നല്ല ടൈഡി ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഇതിന്റെ എല്ലാം ഇടയിൽ നമുക്ക് വേറൊരു വർക്ക് കൂടെ ചെയ്ത് കൊടുക്കാം, എന്നാലും അതിനൊരു ഫിനിഷിങ് തോന്നത്തുള്ളൂ. നമുക്കിപ്പം ചെയ്യാൻ പോകുന്നത് ഇതാ, ഇതിന്റെ ഒന്നുകിൽ നിങ്ങൾക്ക് ഇൻസൈഡിൽ ഒരു ഫ്രഞ്ച് നോട്ട് ഉണ്ടാക്കി കൊടുക്കാം. പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഡേയ്സ് കുഞ്ഞുങ്ങളെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കാം, എന്ത് വേണം ചെയ്യാം. ഞാൻ ഫ്രഞ്ച് നോട്ടാണ് ഇവിടെ ഇടാൻ പോകുന്നത്. 3 നോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 ഇടണമെങ്കിൽ 1 ഇടാം, 2 ഇടണമെങ്കിൽ 2 നോട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിന് വിട്ടു തരുവാണ്. ഇതാ നോക്കണേ, അവിടെ ഒരു ഫ്രഞ്ച് നോട്ടിനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഫ്രഞ്ച് നോട്ടിനെ കൊടുത്താൽ കഴിഞ്ഞാൽ അതിന്റെ വിഷമം വേണ്ട. കണ്ട എന്നാ ഈസിയാ നോക്കിക്കേ നിങ്ങൾ.
ഇത്ര എളുപ്പത്തിൽ എങ്ങനെ എംബ്രോയിഡറി ചെയ്ത് എന്നെ ഫാസ്റ്റ് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നിങ്ങളുടെ ഉടുപ്പിന്റെ കൈകളിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റൗണ്ട് വരച്ചിട്ട് അതിന് ചുറ്റും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. എന്താ പറയണ്ടേ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ചെയ്യുവാൻ വേണ്ടി. ഇതുപോലെ നെക്ക് ലൈൻ നിങ്ങൾ ചെയ്യണമെങ്കിലും ഇവിടുന്ന് ഇതുപോലെ നമ്മൾ നെക്ക് ലൈൻ വരച്ചിട്ടില്ല, ഇതുപോലെ തന്നെ ഡിസൈൻ കൊടുത്തിട്ട് അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മുട്ട് കൊടുക്കുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും ഓർത്ത് നോക്കി. അടിപൊളിയാ, എല്ലാവർക്കും ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഇത്രയും ക്വിക്കായിട്ട് എങ്ങനെ നമുക്ക് ഇനി ഒരു എംബ്രോയിഡറി ചെയ്യാൻ പറ്റുക ഉണ്ടോ. നമ്മൾ മൂന്ന് ട്വിസ്റ്റ് എടുത്ത് ഇങ്ങനെ എടുത്ത് താഴോട്ട് ഇറക്കി. കണ്ടോ, ഈസി അല്ലേ? ഫ്രഞ്ചിനിട്ട് ഇടുന്ന എല്ലാവർക്കും അറിയാലോ അല്ലേ? ഞാൻ എല്ലാവർക്കും അറിയാന്നുള്ള രീതിയിലാണ് വിട്ടടിച്ച് പോകുന്നത്. ഇതിന്റെ ഇടയിലേക്ക് നമ്മൾ സൂചി ഇതുപോലെ പൊക്കിയെടുത്തു. ഞാൻ 2 മടക്കിനാണ് നൂലെടുത്തേക്കുന്നത് കേട്ടോ. ഇത് കണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനിങ്ങനെ വലിഞ്ഞു നിൽക്കണം കേട്ടോ. 1 2 and 3. നിങ്ങൾക്ക് ഒരു നോട്ട് മതിയെങ്കിൽ 1, 2 2. ഇതിനിങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് പിടിച്ചിട്ട് വേണം അതിന്റെ ചുവട്ടിലേക്ക് തന്നെ സൂചി കുത്തി ഇറക്കി കൊടുക്കാൻ. കണ്ടോ, അപ്പൊ ഒരു ഫ്ലവർ മാതിരി നമുക്ക് അങ്ങനെ കിട്ടും. കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ? ഇതുപോലെ തന്നെ ഒന്നും ചെയ്യാനില്ല. ഇതുപോലെ തന്നെ നമുക്കിത് മുഴുവനും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അടിപൊളി കേട്ടോ. എന്താ രസം നോക്കിയേ, ക്യൂട്ടല്ലേ അവരെ കാണാന്. അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ താഴെ വരെ ഇതുപോലെ തന്നെ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു വലിയ കട്ടിപ്പണി ഞാനിവിടെ ചെയ്യുന്നില്ല. ഈസിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. കാണാൻ നല്ല ഭംഗി തോന്നുന്നില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നിങ്ങളിപ്പോൾ നെക്ക് ലൈൻ ചെയ്താൽ പോലും ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഇനി വേണമെങ്കിൽ കൂടുതൽ ലൈൻസ് നീട്ടി വേണമെങ്കിൽ ചുരിദാറിന്റെ അതേ ലെങ്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം, ടോപ്പിന്റെ അതേ ലെങ്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ്സ് വേണമെങ്കിലും ചെയ്തെടുക്കാം. നോക്കിക്കേ, എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തതെന്ന്. വളരെ ക്വിക്ക് അല്ലായിരുന്നോ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. എത്ര സിമ്പിളാ, പക്ഷെങ്കിൽ നല്ല എലഗന്റ് ആണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇതിനെ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് ഇതിനെ ചെയ്തെടുക്കാവുന്നുള്ളൂ. പല നിറത്തിലുള്ള നൂലുകളും നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാവുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും നല്ല ഒരു കാര്യമായിട്ട് ഉടനെ കാണാം കേട്ടോ. അതുവരേക്കും താങ്ക് യു, ബൈ.